സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 50ാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്ര ചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ച വൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നലെ കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ റുവൽ സിംഗ് M സ്വാഗതം അറിയിച്ചു. ഈ 50 മാസം പിന്നിടുമ്പോൾ ഏതാണ്ട് 10,000-കണക്കിന് ആളുകൾക്ക് നേത്ര ചികിത്സയിലൂടെ കാഴ്ചയുടെ പുതു ലോകത്തേക്ക് എത്തിക്കുവാൻ സമുദ്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടീം വർക്കിന്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുവാൻ കഴിയുന്നത്. തുടർന്ന് കല്ലുവാതുക്കൽ UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ബിന്ദു TR ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ആളുകൾക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു കാര്യം ചെയ്യുന്ന ഈ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിനെ നമുക്ക് ഒരിക്കലും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടങ്ങിയ ആ കാലഘട്ടം മുതൽ നമ്മുടെ സ്കൂളാണ് അതിൻ്റെ ഒരു വെന്യൂ ആയിട്ട് ഉള്ളത്. ഈ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് നിങ്ങളുടെ ആളുകളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, സഹായിക്കണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഈ 50ാമത് നേത്ര ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ശരചന്ദ്രൻ പിള്ള, മൈലക്കാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ടിങ്കു പ്ലാക്കാട്, ശ്രീമതി ഷീല മധു, ഡോക്ടർ കാർത്തികേയൻ തുടങ്ങിയവർ ആശംസ അറിയിച്ചു. നമ്മുടെ സമുദ്രതീരത്തിന്റെ 50ാമത്തെ ക്യാമ്പാണ്. ഈ 50ാമത്തെ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഈ 50 ക്യാമ്പും ഇവിടെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ നടന്നത്. അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മളെ ചെയർമാൻ അതിനെല്ലാം പരിഹരിച്ച് വളരെ വിജയത്തോടു കൂടിയാണ് ഈ 50 ക്യാമ്പും ഇവിടെ നടത്തിയത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോഴാണ് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും ആ ക്യാമ്പിൻ്റെ ഭാഗമായി സൗജന്യ ചികിത്സയും അതേപോലെ തന്നെ ഓപ്പറേഷൻ വേണ്ടിവരുന്ന ആളുകൾക്ക് സൗജന്യമായി അവിടെ തമിഴ്നാട്ടിൽ അരവിന്ദ് കണ്ണാശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷനും മറ്റ് ചികിത്സയും നടത്തി ഫ്രീ ആയി അവർക്ക് ആഹാരവും അടക്കം കൊടുത്തുകൊണ്ടാണ് ഈ ക്യാമ്പ് അവസാനിക്കുന്നത്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്ര പ്രശംസിച്ചാലും ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ മതിയാകില്ല. കാരണം സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളും കടമ്പകളും എല്ലാം കടന്നുകൊണ്ട് സാധാരണക്കാരനായിട്ടുള്ള അശരണർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഇതിൻ്റെ പ്രധാന സംഘാടക റുവൽ സിംഗ് സാറിനടക്കം ആദിശല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ ഭാവങ്ങളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഏറ്റവും നല്ല ക്യാമ്പ് നമ്മുടെ ക്യാമ്പാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് പരസ്പരം നമ്മൾ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, കരുതലോടെ നമ്മൾ അവിടെ ചെന്നാൽ നമ്മളെ സ്വീകരിക്കാൻ അവിടെ നല്ലൊരു ടീമുണ്ട്. നല്ല ഡോക്ടേഴ്സും നല്ല സിസ്റ്റേഴ്സ്, നല്ല എത്ര ഡെഡിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ ചെക്കപ്പും അത്ര വിശദമായിട്ടാണ്. இங்கே 2 கண்ணும் ஆப்ரேஷன் பண்ணவங்களோட அந்த கேம்போட பணி அதோட முடியல. அவங்க அவங்களுக்கு தெரிஞ்ச பேஷண்ட், அவங்க ஃபேமிலி ஃப்ரெண்ட்ஸ், பக்கத்து வீட்டில் நெய்பர்ஸ் அவங்க கூட இன்ஃபார்ம் பண்ணுங்க. எல்லாருக்குமே அது பயனடையணும். ஏன்னா அந்த ஜாப் அது உங்களால தான் முடியும். உங்களோட ஒத்துழைப்பு இருந்தால் தான் அந்த கேம்ப் என்றைக்குமே சிறப்பாக இருக்கும். 2022 டிசம்பரில் கிட்டத்தட்ட 6-7 வருஷமாக அது கேம்ப் பண்ணிகிட்டு இருக்கிறோம். 2022 டிசம்பருக்கு அப்புறம் 100 பேஷண்ட் வரைக்கும் வந்தது, 150 ஆனது. இப்போ 180-200 பேர் போயிட்டு கூட போகிறோம். இது இன்னும் இந்த கேம்ப் விரிவடையணும். அதற்கு உங்களோட முழு ஒத்துழைப்பு எங்களுக்கு வேணும். ഡോക്ടർ ശിവൻ ഗുപ്ത, ഡോക്ടർ ശ്രീ ധ്രുവ്, ഡോക്ടർ ശ്രീ ഗോപി നായക് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ രജീഷ് ആർ നന്ദി പ്രകാശനം നടത്തി. കണ്ണിലുണ്ടാകുന്ന തിമിരം, മാലക്കണ്ണ്, ഹ്രസ്വദൃഷ്ടി, പദവളർച്ച തുടങ്ങി എല്ലാ രോഗങ്ങളും സൗജന്യമായി പരിശോധിച്ച് ചികിത്സ നൽകുകയും തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വന്ന 143 പേരെ തുടർ ചികിത്സയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.